നമ്മുടെ ഇന്നത്തെ റെസിപ്പി വീണ്ടും ഒരു തോരൻ റെസിപ്പിയാണ്. നമ്മുടെ പീച്ചിങ്ങയും പരിപ്പും ചേർത്തിട്ടുള്ള ഒരു തോരൻ. അപ്പോൾ നമ്മൾ സാധാരണ പല രീതിയിലുള്ള തോരനുകൾ ഉണ്ടാക്കാറുണ്ട്. ഒരു വെജിറ്റബിൾ മാത്രമായിട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ പരിപ്പും പയറും മാത്രമായിട്ടൊക്കെ തോരൻ ഉണ്ടാക്കാറുണ്ട്. ഇതിപ്പോ പീച്ചിങ്ങ തോരൻ കേട്ടിട്ടല്ല കിച്ചോസ് ചിരിച്ചത്. അവർ കമ്പ്യൂട്ടറില്ല പ്രോഗ്രാം ചിരിച്ച അല്ലെങ്കിൽ എല്ലാവരും പീച്ചിങ്ങ എന്ന് പറയുന്നത് അത് പീച്ചിങ്ങ തോരന്റെ ഇൻട്രോ പറയുന്നത് കേട്ടിട്ടല്ല. അവൻ ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് അവിടെ ഇരുന്ന് ഗെയിം കളിച്ചോണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ എന്തോ അവനവിടെ ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് എന്തോ പ്രോഗ്രാം കണ്ടോണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള ചിരിയാണ്. നമ്മളിവിടെ പറയുന്നതൊന്നും പുള്ളി അറിയുന്നേ ഇല്ല. അപ്പോൾ സൈലന്റ് ആയിട്ടിരിക്കാൻ പറഞ്ഞാൽ ഇടയ്ക്കൊക്കെ ചിരിയൊക്കെ വരുന്നുണ്ട്, ആ സൗണ്ട് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ പീച്ചിങ്ങ തോരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ചില വെജിറ്റബിൾസ് മാത്രമായിട്ട് നമ്മൾ തോരൻ ഉണ്ടാക്കാറുണ്ട്. ചിലപ്പോൾ പയറ് പരിപ്പ് വർഗ്ഗങ്ങൾ മാത്രമായിട്ടും തോരൻ ഉണ്ടാക്കാറുണ്ട്. ഇത് രണ്ടും ചേർത്ത് തോരൻ ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി ഹെൽത്തിയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ആ ഗുണങ്ങൾ കൂടുതലാണ്. പയറിന്റെയും പരിപ്പിന്റെയും അതുപോലെ തന്നെ വെജിറ്റബിൾസിന്റെയും ഗുണങ്ങളെല്ലാം ഒരുമിച്ച് തന്നെ ചേർത്ത് കിട്ടും. അപ്പൊ നിങ്ങൾ തോരൻ ഉണ്ടാക്കുമ്പോൾ മാക്സിമം 2-3 ഇൻഗ്രീഡിയൻസ് ഒരുമിച്ച് ചേർത്തിട്ട് തന്നെ തോരൻ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ എപ്പോഴും നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള തോരനുകൾ ഉണ്ടാക്കാം. എന്തായാലും നമുക്ക് ചോറിന് ഒരു ആഴ്ചയിൽ 2-3 ദിവസം നമ്മൾ ഇതുപോലെ വെജിറ്റബിൾസ് ഒക്കെ യൂസ് ചെയ്യേണ്ടി വരാറുണ്ട്, തോരനായിട്ടോ ഒഴിച്ചുകറിയായിട്ടോ ഒക്കെ. അപ്പോൾ ഈ ഒരു തോരൻ റെസിപ്പി എന്തായാലും പീച്ചിങ്ങ കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ട്രൈ നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായോ, എങ്ങനെയാണ് എന്നുള്ളത്. അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയാണോ കഞ്ഞിയുടെ കൂടെയാണോ കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ചൂട് കഞ്ഞിയും ഈ ഒരു തോരനൊക്കെ ആണെങ്കിൽ പെർഫെക്റ്റ് കോമ്പിനേഷൻ ഉണ്ടോ. പിന്നെ കുറച്ച് അച്ചാറോ പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ പറയാനൊന്നും വേണ്ട. അതിൻ്റെയൊക്കെ ഒരു രുചി അത് പറയുമ്പോൾ തന്നെ നമ്മുടെ വായിൽ വെള്ളം നിറയും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു തോരൻ ഉണ്ടാക്കി നോക്കൂ. വരൂ, നമുക്ക് എങ്ങനെയാണ് ഈ തോരൻ റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ പീച്ചിങ്ങയും പരിപ്പും തോരൻ ഉണ്ടാക്കാൻ നമ്മളിപ്പോൾ 1/2 കപ്പ് തോരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ സോക്ക് ചെയ്തിട്ടൊന്നുമില്ല, ഒന്ന് കഴുകി എടുത്തിട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു പീച്ചിങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 150 ഗ്രാം മുതൽ 200 ഗ്രാം വരെ വെയിറ്റ് ഉള്ള ഒരു പീച്ചിങ്ങയ്ക്ക് 1/2 കപ്പ് പരിപ്പ് മതി. അപ്പോൾ ആദ്യം നമുക്ക് ഈ പരിപ്പൊന്ന് കുക്ക് ചെയ്യാൻ വയ്ക്കാം. എൻ്റെ കയ്യിലുള്ള തോരപ്പരിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ വിസിലിൽ കുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതൊന്ന് കുക്ക് ചെയ്യാൻ വയ്ക്കട്ടെ. പരിപ്പ് കുക്ക് ചെയ്യാൻ വയ്ക്കുമ്പോൾ നമുക്ക് പരിപ്പിന് ആവശ്യമായിട്ടുള്ള ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടാണ് കുക്ക് ചെയ്യാൻ വയ്ക്കുന്നത്. പിന്നെ പരിപ്പ് വെള്ളം വറ്റിച്ചെടുക്കണം. ഒരുപാട് അങ്ങോട്ട് വെള്ളം ഉണ്ടാവരുത് പരിപ്പ് കുക്കായി വരുമ്പോൾ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ തോരൻ പെർഫെക്റ്റ് ആവില്ല. അപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഈ പരിപ്പൊന്ന് കുക്കായി വരട്ടെ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് അരപ്പിലേക്കായിട്ട് ഞാനൊരു 3 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ 3 ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ 2-3 ഇതൾ കറിവേപ്പില, അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമ്മുടെ പരിപ്പിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിലും കുറച്ച് മഞ്ഞൾപ്പൊടി, ആകെ ഒരു 3/4 ടീസ്പൂണാണ് ഞാൻ ഈ ഒരു തോരനിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. പിന്നെ എരിവിനായിട്ട് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. പച്ചമുളകിൻ്റെ എരിവ് ഉണ്ടാവും. പിന്നെ എരിവ് കുറഞ്ഞ പച്ചമുളകാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പച്ചമുളകും കൂടി ആഡ് ചെയ്യാം. മുളക് പൊടി അധികമായിട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ തോരൻ്റെ കളർ മാറിപ്പോവും. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, നല്ല ജീരകം പൊടിച്ചത്. പിന്നെ നമുക്ക് എത്ര തേങ്ങ വേണം എന്നുള്ളതനുസരിച്ച് 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ ചേർക്കാം. ഞാനിപ്പോൾ ഒരു 3/4 കപ്പ് തേങ്ങ ചേർക്കുന്നുണ്ട്. ഇത് നമ്മുടെ തോരൻ്റെ പാകത്തിലാക്കി ഒതുക്കിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ജീരകപ്പൊടി തന്നെ വേണമെന്നില്ല, ജീരകം ചേർത്താലും മതി. അപ്പോൾ ഞാൻ എന്താ പരിപ്പ് വേവിച്ചിട്ട് ഇത് കണ്ടോ, വളരെ കുറച്ച് വെള്ളമേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ വറ്റിക്കുന്നില്ല കേട്ടോ. ഇത് നമ്മുടെ പീച്ചിങ്ങയിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിക്കോളും. ഇതിലും കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് വറ്റിച്ചെടുക്കുക. ഇപ്പോൾ ഞാനൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ആവശ്യമുള്ളത് കുറച്ച് ഉള്ളി അല്ലെങ്കിൽ സവോള. ഞാനിപ്പോൾ ഒരു ചെറിയ സവോള, ഈ വലിപ്പത്തിലുള്ള ഒരു സവോളയാണ് മുറിച്ചെടുത്തിട്ടുള്ളത്. വളരെ ചെറിയ സവോളയാണ്. ഉള്ളിയാണ് എടുക്കുന്നതെങ്കിൽ നമുക്കിപ്പോൾ ഒരു 6-7 ഉള്ളി എടുക്കാം കേട്ടോ, നീളത്തിൽ മുറിച്ചിട്ട്. സവോളയാണെങ്കിൽ വലിയ സവോളയാണെങ്കിൽ ഒരു സവോളയുടെ ഈ ഒരു പോർഷൻ വരുന്ന ഒരു 1/4 ഭാഗത്തിലും താഴെ മുറിച്ചാൽ മതി. നീളത്തിൽ തന്നെ മുറിക്കാം. എന്താണെന്ന് വെച്ചാൽ ഉള്ളിയോ സവോളയോ ചേർത്താലേ നമ്മുടെ തോരന് ടേസ്റ്റ് കൂടുതലുണ്ടാവുള്ളൂ.
ഉള്ളി ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ ഉള്ളി നന്നാക്കി എടുക്കാൻ ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് സവോള ആഡ് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മുടെ വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് ആഡ് ചെയ്യാം. 1 ടീസ്പൂൺ കടുകാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട്. വറ്റൽമുളകും അതുപോലെ തന്നെ നീളത്തിൽ മുറിച്ച് വെച്ചിരിക്കുന്ന സവോളയും. പിന്നെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത് നമ്മുടെ കറിവേപ്പില. അപ്പോൾ നിങ്ങൾ പച്ചമുളക് അരയ്ക്കാൻ വിട്ടുപോയി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഞാനിപ്പോൾ ഈ സവോളയുടെ കളറൊന്നും വല്ലാതെ മാറുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ പീച്ചിങ്ങയും കൂടി ചേർക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ പീച്ചിങ്ങയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. പീച്ചിങ്ങ ഒന്ന് കുക്കായി വന്നാലേ നമുക്ക് പരിപ്പും അരപ്പും എല്ലാം ചേർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പീച്ചിങ്ങയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മളിപ്പോൾ ചേർക്കാം. നമ്മൾ പരിപ്പിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർക്കാം. പിന്നീട് ആവശ്യമാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ഇതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് വെള്ളം ആഡ് ചെയ്യാതെ തന്നെ, വെള്ളം ഒട്ടും ചേർക്കാതെ തന്നെ നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ തോരൻ്റെ ടേസ്റ്റ് മാറിപ്പോകും കേട്ടോ. അപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ. ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കുക ലോ ഫ്ലെയിമിൽ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ല പീച്ചിങ്ങയാണ്, ഇളയ പീച്ചിങ്ങയാണെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് തന്നെ കുക്കാവും. പിന്നെ ചില പീച്ചിങ്ങ കുറച്ച് മൂപ്പ് കൂടിയതാണെങ്കിൽ 8-9 മിനിറ്റ് വരെ എടുക്കാം കേട്ടോ കുക്കാവാനായിട്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഒന്ന് കുക്കായി വരട്ടെ. ഇപ്പോൾ നമ്മൾ നമ്മുടെ പീച്ചിങ്ങ അടച്ചു വെച്ചിട്ട് ഇത് കണ്ടോ, ഒരു 5 മിനിറ്റായി. നന്നായി വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞാനൊന്ന് ഇളക്കി കൊടുത്തായിരുന്നു. വീണ്ടും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ പീച്ചിങ്ങ കുക്കായിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. നമ്മളിതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മുറിഞ്ഞു വരുന്നുണ്ടെങ്കിൽ പീച്ചിങ്ങ കുക്കായിട്ടുണ്ട്. അപ്പോൾ ഈ പീച്ചിങ്ങ ഒരു 3/4 ഭാഗം കുക്കായിട്ടുണ്ട്, ഒന്നുകൂടി ആവാനുള്ളൂ. അപ്പോൾ ഞാനൊരു 2 മിനിറ്റും കൂടി ഇതുപോലെ തന്നെ അടച്ചു വയ്ക്കുകയാണ്. അപ്പോൾ നിങ്ങളെടുക്കുന്ന പീച്ചിങ്ങ ഇപ്പോൾ കുക്കായിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അരപ്പ് വേവാൻ കുറച്ച് വെള്ളമൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ പീച്ചിങ്ങയിൽ വെള്ളം ഉള്ള സമയത്ത് തന്നെ വേണം നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കാൻ. ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് വെള്ളം മതി. അപ്പോൾ ഞാനൊന്ന് 2 മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വയ്ക്കട്ടെ. ഇപ്പോൾ നമ്മൾ പീച്ചിങ്ങ അടച്ചു വെച്ചിട്ട് വീണ്ടും 2 മിനിറ്റായി. അപ്പോൾ ഇത്രയും മതി കേട്ടോ, ഞാൻ ഇത്രയും കുക്ക് ചെയ്യുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ഇപ്പോൾ അരപ്പ് ചേർക്കാൻ പോവാണ്. നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പീച്ചിങ്ങയിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ അരപ്പിലും അതുപോലെ തന്നെ നമ്മുടെ പരിപ്പിലും ചേർത്തതുകൊണ്ടാണ് ഇതിലേക്ക് ഇപ്പോൾ ആഡ് ചെയ്യാത്തത്. ഇനി ഇതിൻ്റെ നടുഭാഗത്തേക്ക് മാക്സിമം നമ്മൾ പരന്ന പാനുകളാണ് എടുക്കുന്നതെങ്കിൽ നടുഭാഗത്ത് തന്നെ വെച്ച് കൊടുക്കുക. ഇല്ലെങ്കിൽ ഇതുപോലെ നീക്കിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പീച്ചിങ്ങ ഉപയോഗിച്ച് ഈ അരപ്പൊന്ന് കവർ ചെയ്ത് വയ്ക്കാം. ഒരു 2 മിനിറ്റ് അരപ്പും കൂടി ഒന്ന് കുക്കായി വരട്ടെ. ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇനിയും നമ്മൾ അടച്ച് തന്നെ വയ്ക്കണം. അരപ്പ് നന്നായിട്ടൊന്ന് കുക്കായി വരണം. അരപ്പിലേക്ക് ആവിയൊക്കെ കയറി വന്നിട്ട്. അപ്പോൾ വീണ്ടും കുക്കാവട്ടെ. ഇപ്പോൾ തന്നെ പരിപ്പ് ചേർക്കരുത്. ഇതൊന്ന് കുക്കായൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ അരപ്പും കൂടി ചേർത്ത് അടച്ചു വെച്ചിട്ട് വീണ്ടും ഒരു 2 മിനിറ്റ് ആയി. നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇത് കുഴഞ്ഞാണ് ഇരിക്കുന്നത്, ഡ്രൈ ആയിട്ടില്ല. നമുക്ക് പരിപ്പ് ചേർക്കാതെ തോരനാക്കി എടുക്കാനാണെങ്കിൽ ഇതൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. ഇല്ലെങ്കിൽ പരിപ്പും കൂടി ചേർത്തിട്ട് അല്ലെങ്കിൽ ചെമ്മീൻ ചേർത്തിട്ട് തോരനുണ്ടാക്കാം. അതൊക്കെ ചെമ്മീനാകുമ്പോൾ ഇടയ്ക്ക് നമ്മളൊന്ന് ചേർക്കണം. ഈ ഒരു സ്റ്റേജിലൊന്നും ചേർത്തിട്ടുണ്ടെങ്കിൽ ചെമ്മീൻ കുക്കാവില്ല. നമുക്ക് വേറൊരു ദിവസം ചെയ്യാം ചെമ്മീൻ ചേർത്തിട്ടുള്ള തോരൻ എങ്ങനെയാണെന്ന്. അതുപോലെ തന്നെ ചെമ്മീൻ ചേർത്ത് നമ്മൾ മെഴുക്കുരട്ടി ഉണ്ടാക്കാറുണ്ട് പീച്ചിങ്ങ. അപ്പോൾ
നമ്മുടെ അരപ്പൊന്ന് ഡ്രൈ ആയി വരട്ടെ. ഞാൻ ഇനി ഇതുപോലെ തുറന്ന് വെച്ചിട്ടൊന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ വേഗം തന്നെ ഡ്രൈ ആയി കിട്ടും. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഒപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും കൂടി ചേർക്കാം. പരിപ്പും ചേർത്തിട്ട് നമുക്ക് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ പരിപ്പിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡ്രൈ ആയി കിട്ടാൻ സമയം കുറേ എടുക്കും. അതുപോലെ തന്നെ പരിപ്പ് കുഴഞ്ഞു പോകും വല്ലാതെ തന്നെ. അപ്പോൾ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുത്താൽ തീരുന്ന പ്രശ്നമുള്ളൂ. ആ ഒരു ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല വല്ലാണ്ട് കുഴഞ്ഞു പോയി എന്നുള്ളതൊന്നും. ഇനി ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് തന്നെ വെച്ച് കൊടുക്കുക. നമുക്ക് എത്രത്തോളം ഡ്രൈ ആവണം ഈ തോരൻ എന്നുള്ളതനുസരിച്ച് നമുക്ക് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ട് 5 മിനിറ്റോ 7 മിനിറ്റോ കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ പീച്ചിങ്ങ പരിപ്പ് തോരൻ നന്നായിട്ട് കുക്കായി കഴിഞ്ഞു. ഇത് ഇപ്പോൾ ചൂടൊക്കെ മാറിയിട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഡ്രൈ ആക്കാൻ വേണ്ടി ഇട്ടിരുന്നപ്പോൾ ബാറ്ററി ചാർജ് ലോ ആയിപ്പോയി. അതുകൊണ്ട് ബാറ്ററി ചാർജ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അത്രയും പോർഷൻ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെയാണ് ഞാനിപ്പോൾ ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളത്. ഒരുപാടങ്ങ് പൊടിയായിട്ട് ഡ്രൈ ആയിട്ടിരിക്കില്ല മറ്റുള്ള തോരൻ പോലെ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീച്ചിങ്ങയും പരിപ്പും ആകുമ്പോൾ കുറച്ച് കുഴഞ്ഞിരിക്കുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും പീച്ചിങ്ങ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് തോരൻ ഉണ്ടാക്കി നോക്കൂ. ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ നിന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന റെസിപ്പികൾ കുക്കിംഗ് താല്പര്യമുള്ള ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.